ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്രം കുറിച്ച ചബേക്കർ സഹോദരന്മാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതേണ്ട 3 പേരുകളുണ്ട്: ദാമോദർ, ബാലകൃഷ്ണ, വാസുദേവ്. ഈ 3 സഹോദരന്മാരും ജന്മഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടി വീരമൃത്യു ഏറ്റുവാങ്ങിയ ആളുകളാണ്. ഹരി ചബേക്കറുടെ 3 മക്കളായ അവർ ചബേക്കർ സഹോദരന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. പൂനെയിലെ ചിഞ്ചുവാഡ് എന്ന സ്ഥലത്ത് 1869 1880 ഇടയ്ക്കാണ് ഈ സഹോദരന്മാർ ജനിച്ചത്. ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരാനായിരുന്നു മൂത്ത സഹോദരൻ ദാമോദർ ആദ്യം ആഗ്രഹിച്ചത്. എന്നാൽ പൊതുവെ വലിയ ദേശസ്നേഹികളായ അവരുടെ കുടുംബക്കാരെ സൈന്യത്തിലെടുക്കാൻ ബ്രിട്ടീഷ് അധികൃതർ ഇഷ്ടപ്പെട്ടില്ല. അവരുടെ കണക്കുകൂട്ടലുകൾ ശരിയാണെന്നുള്ളത് കാലം തെളിയിക്കുക തന്നെ ചെയ്തു. നല്ല വിദ്യാഭ്യാസം നേടിയ 3 സഹോദരന്മാരും വൈകാതെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളികളായി. സാഹസികരായിരുന്നു അവർ. വിപ്ലവത്തിൻ്റെ മാർഗമാണ് തിരഞ്ഞെടുത്തത് എങ്കിലും ആയുധങ്ങളും വെടിക്കോപ്പുകളും കൈകാര്യം ചെയ്യാൻ അവർ പരിശീലനം നേടി. സാഹസികരായ ചെറുപ്പക്കാരുടെ ഒരു സംഘത്തിനും അവർ രൂപം നൽകി. വൈകാതെ ബ്രിട്ടീഷുകാർക്ക് ആ സംഘം കടുത്ത തലവേദനയായി മാറി. ദേശസ്നേഹികളായ ചെറുപ്പക്കാർക്ക് സൈനിക പരിശീലനവും നൽകാൻ അവർ പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കി. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തുരത്തിയോടിക്കുക, അതുമാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ദേശസ്നേഹികളെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുക്കുന്ന നാട്ടുകാരായ കൊടും ചതിയന്മാരെ വകവരുത്താനും അവർ മടിച്ചിരുന്നില്ല. ആയിടയ്ക്ക് ബ്രിട്ടീഷുകാരെ സ്തുതിക്കാൻ ഒരു ചടങ്ങ് സർവകലാശാലയിൽ നടത്താൻ അധികാരികൾ തീരുമാനിച്ചു. അതിനായി പ്രത്യേക കൂടാരങ്ങൾ കെട്ടിയൊരുക്കി. അതറിഞ്ഞ ചബേക്കർ സഹോദരന്മാർ സർവകലാശാലയിലേക്ക് കുതിച്ചു. അവർ ആ കൂടാരങ്ങളെല്ലാം തല്ലിത്തകർത്തു. ചബേക്കർ സഹോദരന്മാരുടെ ദേശാഭിമാന പോരാട്ട വീര്യം വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവം ഇതിനിടെ ഉണ്ടായി. ബോംബെയിൽ വിക്ടോറിയ രാജ്ഞിയുടെ പ്രതിമ സ്ഥാപിച്ചിരുന്നു. ദാമോദർ ആ പ്രതിമയിൽ ചെരുപ്പുമാല അണിയിച്ചു. ചബേക്കർ സഹോദരന്മാരുടെ പോരാട്ടത്തിൻ്റെ കഥകൾ ബ്രിട്ടീഷ് അധികാരികളുടെ കാതുകളിലെത്തി. അവരുടെ വിദഗ്ധമായ നീക്കങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനെ പൊറുതിമുട്ടിച്ചു. ചബേക്കർ സഹോദരന്മാരുടെ നീക്കങ്ങളുടെ ഒരു സൂചന പോലും അവർക്ക് മുൻകൂട്ടി ലഭിച്ചിരുന്നില്ല എന്നതാണ് അവരെ ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കിയത്. ശിവജിയുടെ ഒളിപ്പോർ തന്ത്രങ്ങളാണ് ചബേക്കർ സഹോദരന്മാർ ആവിഷ്കരിച്ചത്. ജനങ്ങളെ ബോധവാന്മാരാക്കാനുള്ള ലഘു ലേഖകൾ സഹോദരന്മാരും സംഘവും വിതരണം ചെയ്തു. പോലീസുകാർ പരിഭ്രാന്തരായി. ആ ലഘുലേഖകളുടെ ഉറവിടം കണ്ടെത്താൻ എത്ര ശ്രമിച്ചിട്ടും പോലീസുകാർക്ക് കഴിഞ്ഞില്ല. അതിനാൽ ആരെയും പിടികൂടാനും കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ പൂനെയിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചു. പൂനെയിലെ ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന റാൻഡ്, അയാൾക്ക് തന്നെയായിരുന്നു പ്ലേഗ് നിവാരണ പ്രവർത്തനങ്ങളുടെ ചുമതലയും. രോഗം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യം ഒരുക്കാനോ അവരെ സഹായിക്കാനോ ഒന്നുമായിരുന്നില്ല റാൻഡ് ശ്രമിച്ചിരുന്നത്. ഇന്ത്യക്കാരോട് പക വച്ചു പുലർത്തിയിരുന്ന റാൻഡ് ജനങ്ങളെ ദ്രോഹിക്കാനുള്ള സുവർണ അവസരമായിട്ടാണ് പ്ലേഗിനെ കണ്ടത്. ക്രൂരമായ നടപടികളാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. രോഗലക്ഷണങ്ങളുള്ളവരെ നഗരത്തിൽ നിന്നും ആട്ടിപ്പായിച്ചു. രോഗികളല്ലാത്തവരെ പോലും അവർ വീടുകളിൽ നിന്നും ഒഴിപ്പിച്ചു. അയാൾ പ്ലേഗ് നടപടികളുടെ മറവിൽ ജനങ്ങളെ ക്രൂരമായി ദ്രോഹിച്ചു. ജനങ്ങൾ ശരിക്കും പൊറുതിമുട്ടി. ദാമോദറും സംഘാംഗങ്ങളും ഇത് അറിഞ്ഞു. അവരുടെ കോപം ആളിക്കത്തി. റാൻഡിനെതിരെ അവർ ചില തീരുമാനങ്ങളെടുത്തു. പരാതികളും പ്രതിഷേധങ്ങളും പ്രചരണങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ചബേക്കർ സഹോദരന്മാരുടെ രീതി അവർക്ക് മുന്നിൽ ഒറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ക്രൂരനും ദുഷ്ടനുമായ റാൻഡിനെ എന്നേക്കുമായി ഇല്ലാതാക്കുക. അതായിരുന്നു അവരുടെ ഉറച്ച തീരുമാനം. ആ തീരുമാനം നടപ്പിലാക്കാനുള്ള അവസരത്തിനായി അവർ കാത്തിരുന്നു. ഏറെയൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല അവർക്ക്. ആ സന്ദർഭം അടുത്തെത്തി. വിക്ടോറിയ രാജ്ഞിയുടെ സ്ഥാനാരോഹണത്തിൻ്റെ 60ാം വാർഷികം ആഘോഷങ്ങൾ ഇന്ത്യയിലും ഗംഭീരമായി ആഘോഷിക്കുവാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഈ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന
റാണ്ടിന് കൂട്ടാളിയെയും വധിച്ച് നിറത്തോക്കുകൊണ്ട് നീതി നടപ്പാക്കിയവർ മറ്റാരുമായിരുന്നില്ല, ചബേക്കർ സഹോദരന്മാരായ ദാമോദറും ബാലകൃഷ്ണനുമായിരുന്നു. ഈ കൊലപാതകങ്ങൾ ബ്രിട്ടീഷ് അധികാരികളെ ശരിക്കും ഭയപ്പെടുത്തി. അതിശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ പൂനെയിൽ ഒരുക്കപ്പെട്ടു. കൊലയാളികൾ ഒരാൾ ദാമോദർ ആണെന്ന് ദാമോദറിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ഗണേശ് ശങ്കർ എന്നയാൾ ബ്രിട്ടീഷുകാരെ അറിയിച്ചു. ആ സുഹൃത്തിൻ്റെ ചതി മൂലം വൈകാതെ ദാമോദർ പിടിയിലായി. എങ്കിലും ബാലകൃഷ്ണനെ പിടികൂടാൻ അവർക്കായില്ല. വിചാരണയ്ക്കിടയിൽ ദാമോദർ കുറ്റം സമ്മതിച്ചു. ജനങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങൾ റാണ്ടിനെ വധിച്ചത്. അത് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കിയ ഞങ്ങൾ എന്ത് കുറ്റകൃത്യമാണ് ചെയ്തത്? മറിച്ച് നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തതെന്ന് ദാമോദർ കോടതിയെ അറിയിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ജനവികാരമുണർത്താൻ തങ്ങൾ ഉദ്ദേശിക്കുന്നതായി അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. കോടതി ദാമോദറിന് വധശിക്ഷ വിധിച്ചു. വിധി കേട്ട ദാമോദർ ബാലഗംഗാധര തിലകിന് ഒരു കത്തയച്ചു. ഭഗവത്ഗീതയുടെ ഒരു കോപ്പി എത്തിച്ചു തരണം. അതായിരുന്നു അതിൽ എഴുതിയിരുന്നത്. തിലകൻ കയ്യൊപ്പിട്ട് ഭഗവത്ഗീത എത്തിച്ചു കൊടുത്തു. 1898 ഏപ്രിൽ 18 തൂക്കുമരത്തിലേക്ക് നടക്കുമ്പോൾ ദാമോദർ ഗീതയിലെ ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഭഗവത്ഗീത കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൂക്കുമരത്തിലേക്ക് നടന്നത്. ശരീരം നശ്വരമാണ്. ഗീതയിലെ അദ്ദേഹം അവസാനം വായിച്ച ഭാഗം അതായിരുന്നു. ഈ സമയത്ത് ബാലകൃഷ്ണൻ ഒരു കാട്ടിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. അവിടെ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കടക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. മഹാരാഷ്ട്രയിലേക്ക് കടക്കുന്നതിനിടയിൽ അദ്ദേഹം പിന്നീട് പിടിയിലായി. അതിനിടെ പോലീസ് പിടിയിലായിരുന്ന വാസുദേവ് ഒരു വിദ്യ പ്രയോഗിച്ചു. തന്നെ ജാമ്യത്തിൽ വിട്ടയച്ചാൽ ജ്യേഷ്ഠൻ്റെ ഒളിത്താവളം കാട്ടിക്കൊടുക്കാമെന്ന് അദ്ദേഹം അധികാരികളോട് സമ്മതിച്ചു. ബ്രിട്ടീഷുകാർ അത് വിശ്വസിച്ചു. അങ്ങനെ വാസുദേവിന് ജാമ്യം കിട്ടി. വാസുദേവ് ആദ്യം ചെയ്തത് റാനഡെ എന്ന കൂട്ടുകാരനെ വിളിച്ചു വരുത്തി. എന്നിട്ട് റാനഡെയും കൂട്ടി യാത്രയായി. വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു വാസുദേവിന്. തൻ്റെ ജ്യേഷ്ഠൻ ദാമോദർ ചാപ്പേക്കറെ പോലീസ് ഒറ്റുകൊടുത്തവനോട് പകരം ചോദിക്കുക. വാസുദേവിൻ്റെ മനസ്സിൽ പകയുടെ കനലുകൾ ആളിക്കത്തി. ഗണേശ് ശങ്കർ എന്ന ആളായിരുന്നു ദാമോദരെ ഒറ്റുകൊടുത്തത്. 1899 ഫെബ്രുവരി 9 വാസുദേവ് മഹാദേവ്, റാനഡെ സാഠെ എന്നീ സുഹൃത്തുക്കൾക്കൊപ്പം ഗണേശ് ശങ്കരെ തേടിപ്പിടിച്ച് ഗണേശ് ശങ്കരെ മാത്രമല്ല അയാളുടെ സഹോദരനെയും വാസുദേവ് വെടിവെച്ചു കൊന്നു. വാസുദേവിനും റാനഡേക്കും കോടതി വധശിക്ഷ വിധിച്ചു. അതേ ശിക്ഷ തന്നെയാണ് ജഡ്ജി ബാലകൃഷ്ണനും വിധിച്ചത്. 1899 മെയ് 8 വാസുദേവിനെയും മെയ് 12 ബാലകൃഷ്ണനെയും പൂനെ ജയിലിൽ തൂക്കിലേറ്റി. ഭാരതത്തിൻ്റെ മോചനത്തിനായി ചബേക്കർ സഹോദരന്മാർ മരണം ഏറ്റുവാങ്ങി. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മിന്നുന്ന നക്ഷത്രങ്ങളായി ഇന്ത്യയുടെ സ്വതന്ത്ര സമര ചരിത്രത്തിൽ സ്വന്തം ജീവൻ പോലും ബലി കൊടുക്കാൻ മടിയില്ലാത്ത ആയുധമെടുത്ത് അടരാടിയ ആ ധീരന്മാർ പിന്നീടുള്ള യുവാക്കൾക്ക് ആവേശത്തിൻ്റെ തീപ്പന്തങ്ങളായി.